ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ മീനക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനക്കൂറുകാർക്ക് പൂരോരോട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതി രേവതിയും കൂടി ചേരുന്നവർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, ഏഴര ശനി, ജന്മശനി, കണ്ടക ശനി എന്നിവ മൂന്നും കൂടി ചേർന്ന് വരുന്ന ഒരു സമയത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4-ാം ഇടത്തിൽ വ്യാഴവും അനുകൂലമല്ല. 5-ാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമാണ്. 6-ാം ഭാവത്തിൽ സൂര്യനും ബുധനും കേതു അനുകൂലമാണ്. 7-ാം ഭാവത്തിൽ ചൊവ്വ അനുകൂലമല്ല. 12-ാം ഭാവത്തിൽ ഗുണദോഷ മിശ്രപരമായിട്ടുള്ള രാഹു. എന്നിരുന്നാലും വളരെ ബുദ്ധിമുട്ടോടുകൂടി കഴിയുന്ന ഈ കൂറുകാർക്ക്, മീനക്കൂറുകാർക്ക് സൂര്യചാരവശാൽ കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന ഒരു മാസം തന്നെയാണിത്. അതായത് കുറച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്ന മാസങ്ങളിൽ, കഴിഞ്ഞു പോയ ഏകദേശം മാസങ്ങളും ഇനി വരാൻ പോകുന്ന മാസങ്ങളുടെ ഇടയിൽ കിട്ടുന്ന കുറച്ച് ശുഭ സമയമാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. ആ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ഉചിതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക എന്ന് പറയുന്നത്. കാരണം കുറച്ച് കാലങ്ങൾ ഏഴരശനിയും ജന്മശനിയും കണ്ടകശനിയും എല്ലാം കൂടി ഒരുമിച്ച് കിടക്കുന്ന കാര്യം ഇനിയും 2 വർഷത്തോളം കാലമുണ്ട് എന്നാണ് പറയുക. ജന്മശനി എപ്പോൾ തീരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജന്മശനി തീരുവാൻ ഇനിയും 2 വർഷത്തോളം അല്ലെങ്കിൽ 1 വർഷം 10 മാസം കാത്തിരിക്കേണ്ടി വരും എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ അറിയുക. ആ സമയത്ത് ഇനിയും നമ്മൾ സഞ്ചരിക്കാനുണ്ട് എന്നുള്ളത് അറിയുക. ആ സഞ്ചാരപഥം നീണ്ടുപോകും. ആ സമയത്തിനുള്ളിൽ ചില മാസങ്ങൾ നമുക്ക് അനുകൂലപരമായി കിട്ടും. ആ അനുകൂല മാസങ്ങളിൽ നമ്മൾ പ്രത്യേകപരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തു തീർക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു വെക്കാനുള്ള പ്രവൃത്തികൾ ചെയ്തു വെക്കുക, അല്ലെങ്കിൽ തുടങ്ങി വെക്കുക, അല്ലെങ്കിൽ പൂർത്തീകരിക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതയാണ്. ഗവൺമെന്റ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളോ അല്ലെങ്കിൽ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർത്തിയാക്കാൻ ഇപ്പോൾ തന്നെ ശ്രമിക്കുക. അതെല്ലാം പൂർത്തീകരിച്ച് വയ്ക്കുക. ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകൾ, ഗവൺമെന്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും പിഴവുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാസത്തിൽ അതെല്ലാം ക്രമീകരിച്ച് വെക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള അക്കൗണ്ട് സെക്ഷനിൽ കഴിയുന്നവർക്കെല്ലാം അക്കൗണ്ട് എല്ലാം ക്ലിയർ ആക്കി വെക്കുക. അതുപോലെ കസ്റ്റംസ് മറ്റുള്ള അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയും, അതുപോലെ ക്ലിയറൻസ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അവനവൻ്റെ അക്കൗണ്ടുകളും മറ്റുള്ള ഈ ടാക്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം അടയ്ക്കുക, അല്ലെങ്കിൽ അതെല്ലാം ക്രമീകരിച്ച് വയ്ക്കുക, അതെല്ലാം തിട്ടപ്പെടുത്തി വയ്ക്കുക എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കാൻ പെട്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ റിപ്പയർ പണികളെല്ലാം ചെയ്യാറുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്യുക. പുതിയ വാഹനങ്ങളോ പുതിയ തൊഴിലോ വല്ലതും തുടങ്ങുവാനോ മറ്റുള്ളതുണ്ടെങ്കിൽ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ധനങ്ങൾ മുടക്കി പുതിയ ബിസിനസ്സിനെല്ലാം മുതിരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ചെയ്തേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചെയ്തും അതുപോലെ ജാതകം പരിശോധിച്ചിട്ടും ചെയ്യുകയാണെങ്കിൽ ഈ മാസത്തിൽ ചെയ്യാം എന്ന് പറയുന്നത്. അതും വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ടും നല്ല ശ്രദ്ധയോടുകൂടിയിട്ടും ജാതക പരിശോധന കൂടിയിട്ടും ചെയ്താൽ മതി എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ദോഷങ്ങളെ വരുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. അതുപോലെ ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാർക്കും നല്ലപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്നതാണ്. ഈ മാസം വളരെ ആയാസപരമായിട്ട് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താൻ പറ്റിയ ഒരു സമയമാണ്. അല്ലെങ്കിൽ അവനവൻ്റെ റൂട്ട് ക്ലിയർ ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അത് വളരെ ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കണം. ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെല്ലാം ഈ മാസങ്ങളിൽ വരുവാറുണ്ട്. അതുകാരണം ഭൂരേഖ സംബന്ധമായിട്ടുള്ള രേഖകളെല്ലാം ശരിയാക്കി വയ്ക്കുക എന്ന് പറയുന്നത്. വാഹന സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ മാസം ഗുണാധിക്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ സംബന്ധമായിട്ട്, ഇരുമ്പ് സംബന്ധമായിട്ട്, മെക്കാനിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നിരിക്കുന്നവരെല്ലാം ഒത്തുചേരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ സമയത്ത് അത് പറ്റുന്ന സമയമാണ്. അതുപോലെ സന്താനങ്ങളുടെ ശ്രദ്ധ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നല്ലപോലെ വിട്ടെടുക്കാം. അതുപോലെ ബന്ധുക്കളുമാരുമായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ട് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒത്തുവരാൻ പറ്റിയൊരു സമയമാണ്. ഇത് വിട്ടുകഴിഞ്ഞാൽ പിന്നെയും സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് പിണക്കത്തോടു കൂടിയിരിക്കുന്നവർ ഇണക്കം വരുവാനുള്ളൊരു സമയത്തിനെ പറ്റി പറഞ്ഞത്. അതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാകാം, ബന്ധുജനങ്ങളാകാം, സമൂഹങ്ങളാകാം, സഹോദരങ്ങളാകാം, ഫ്രണ്ട്ഷിപ്പുകളാകാം, പ്രണയിക്കുന്നവരാകാം, ആരുമാകട്ടെ എന്നിവർക്കുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിടെ ഈ മാസം കുറച്ചൊരു ഉണർവ് വരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം പൊതുവെ അനുകൂലപരമായിട്ട് വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. എന്നിരുന്നാലും പ്രായച്ചിത്തം എപ്പോഴും പറയാറുള്ള ശനിപ്രീതിയും വ്യാഴപ്രീതിയും എല്ലാം ചെയ്തു വരിക. ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്യുന്നവർക്കും രേഖകൾ ശരിയാക്കേണ്ടവർക്കും ഭൂമി കാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് പരിഹാരം ചെയ്യുക. ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭദ്രകാളി തന്നെയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുമധുര പായസം, കഠിന പായസം എന്നാണ് പറയാം, കഠിന പായസം, രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര പൂജ,
എന്നിവ നടത്തി വരുന്നത് മൂലം ഐശ്വര്യം അഭിവൃദ്ധിയും ലഭിക്കും. ഭാഗ്യസൂക്തം കൂടെ ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരൊറ്റ ഭഗവത് സേവ നടത്തി കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകണം. വളരെ ശ്രദ്ധ വേണം. കുറച്ചൊരു ഇരുട്ടത്താണ് നടന്നുകൊണ്ട് എന്നുള്ള ചിന്ത വേണം. ഇപ്പോൾ ഒരു മാസം വെളിച്ചമുള്ള ഒരു മാസമാണ് വന്നിരിക്കുന്നത്. ആ വെളിച്ചത്തിൽ എല്ലാം ചെയ്തു തീർക്കേണ്ടതല്ല, വൃത്തിയാക്കി വയ്ക്കുക. ഇനിയും വീണ്ടും ഇരുട്ടി വരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.